നമുക്കിങ്ങനെ അറിയാത്ത മനുഷ്യന്മാരൊക്കെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഇതിൻ്റെ ഒരു കെമിസ്ട്രി ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം നമ്മൾ ഒരിക്കലും കാണാത്ത മനുഷ്യരൊക്കെ നമ്മുടെ ഇമോഷൻസുമായിട്ടൊക്കെ സഞ്ചരിച്ച് എനിക്കറിയുന്നവരൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ നാട്ടുകാരൊന്നും എന്തായാലും വാങ്ങലില്ല. അറിയാത്ത മനുഷ്യന്മാരൊക്കെ വാങ്ങിയിട്ടാണ് വായിച്ചിരുന്നു, ഇന്ന ആളല്ലേ അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട്. പിന്നെ പുരസ്കാരമൊക്കെ കിട്ടുമ്പോഴൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുക, അങ്ങനെയൊക്കെ. പത്മരാജ പുരസ്കാരമൊക്കെ കിട്ടിയപ്പോൾ കുറച്ചും കൂടി അത് ആളുകൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ നമുക്ക് അറിയാത്ത മനുഷ്യന്മാരുമായിട്ട് നമ്മൾ അറിയാണ്ട് കണക്റ്റ് ആവുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നെ സെൽഫ് അത് വല്ലാതെ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ സന്തോഷം. അങ്ങനെ സെൽഫ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അത് നോവൽ എഴുതുന്ന കാര്യത്തിൽ മാത്രമല്ല, ഒരു ചിത്രം വരച്ചാലും നമ്മൾക്ക് ചിത്രം വരച്ച് കഴിയുമ്പോൾ അത് നോക്കിയിരുന്ന് ആസ്വദിക്കുന്ന ഒരാളാണ്. നമ്മൾ എന്ത് ചെയ്താലും, വീട്ടിലെ ഒരു കുക്കിംഗ് ആണെങ്കിൽ പോലും അത് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും നോവൽ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വലുത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് വായിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ, ഐശ്വര്യ പറഞ്ഞതുപോലെ, നമ്മളറിയാത്ത മനുഷ്യർ നമ്മളിലേക്ക് എത്തി. എനിക്ക് മനുഷ്യരുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. എന്ത് എഴുതിയിട്ട് നേടി, എഴുതുന്ന മുമ്പ് എന്തിനാണ് എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അത് വായിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ എഴുതിയത്. ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ. ഒരു 2 ദിവസം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ വിസിബിൾ ആവുന്ന ഒരു ഇടം എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസം ഞാൻ അതിലില്ലെങ്കിൽ എന്നെ എന്ത് പറ്റി, എവിടെയാണ് എന്ന് ചോദിച്ചു വരാൻ ഒരു കൂട്ടം മനുഷ്യരുണ്ടാവുക. മനുഷ്യരില്ലാതിരുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയാണ്. അന്വേഷിക്കാൻ ആളായി. തീർച്ചയായിട്ടും. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.